നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യം പറയാലോ മോളെ, കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾ ചത്തുകളഞ്ഞാലോന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ശകുന്തളയില്ലാതെ പ്രിയംവദയുണ്ടോ, പ്രിയംവദയില്ലാതെ അനസൂയുണ്ടോ? മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനാണ് മോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തെങ്കിൽ മോൾക്ക് സഹിക്കാൻ പറ്റുമോ? അത് പിന്നെ ചേച്ചി മനഃപൂർവ്വം അല്ലല്ലോ. എന്റെ സ്ഥാനത്ത് നിന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? ഏത് നിമിഷവും മരിക്കുമെന്നറിഞ്ഞ് ലോകത്തെ ഏത് ധൈര്യശാലിയും ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ആയിക്കോ, പക്ഷെ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഈ നാടകം ഇത്രയും നീട്ടിക്കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? എന്റെ മോളെ ഞാൻ മോളെ പോലെ പൊട്ടിയല്ല ചേച്ചി. അങ്ങനെ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് ഈ പേക്കൂത്തൊക്കെ കാണിക്കാൻ. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ വേറെ കൊള്ളാവുന്ന ഏതെങ്കിലും ഡോക്ടറെ കൂടി കാണിച്ചേനെ. നമുക്ക് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് എന്തോരം കഴിവുള്ളതാണെന്ന് മോൾക്കറിയോ? അവരായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കാര്യം കണ്ടുപിടിച്ചേനെ. ഇതിപ്പോ ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റില്ല, ബ്ലഡ് മാറിപ്പോയതുകൊണ്ടല്ലേ. എന്നൊരു എണ്ണക്കെട്ട പരിശുമോമൻ, അയാൾ എന്തൊരു തെണ്ടിത്തര കാണിച്ചത്. ഒരു കണക്കിന് അത് നന്നായിന്നാ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ പലരുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. കൊച്ചിനെ വേണമെന്ന് ചോദിച്ചപ്പോ ചാടിക്കയറി വാങ്ങിച്ച പൂജാ മഹാറാണി, നിയമപരമായി കരാർ ഉറപ്പിച്ച് ദത്തെടുത്ത അവളുടെ തള്ള മഹാറാണി, പിന്നെ വേറെ ഒരുത്തിയെ കെട്ടുന്നോന്ന് ചോദിച്ചപ്പോ ചാടിക്കയറി കെട്ടി എന്നെ ഞെട്ടിച്ച് നിന്റെ ഭർത്താവ് ദത്തൻ മഹാരാജാവ്. അത് പിന്നെ മോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടല്ലേ. ഞാനങ്ങനെ മുഴക്കിന്ന് വെച്ച് അപ്പൊ തന്നെ കയറി കെട്ടുകയാണോ വേണ്ടത്? അത് ഒരു ന്യായമാണ്. അവളുടെ ഒരു ന്യായം ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ. എന്നാലും മോൾ അഭിനയിച്ചതാണെന്ന് ആര് കണ്ടാലും തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ. അതിനാരഭിനയിച്ചു? ജീവിക്കായിരുന്നില്ലേ ഞാൻ? അത് നേരാ. നിന്റെ ഒരു ജീവിതം മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞിട്ടാണോടി പോക്കൃത്തരം കാണിക്കുന്നേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടി. എന്നാലും മോളെ ആ കല്യാണം മാത്രം മോള് നടത്തി കൊടുക്കരുതായിരുന്നു. ഉള്ളത് പറയാലോ, അന്ന് മോൾ ആ താലി എടുത്ത് കൊടുക്കുന്ന കണ്ടപ്പോ ഓടി വന്ന ആ കയ്യിലങ്ങ് പിടിച്ചാലോന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ ആ കഥയിൽ ഇല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഇടിച്ചു കയറി വരും? വന്നാലും ചിലപ്പോ ആ മൂടിൽ മോൾ എന്നെ കൈവച്ചാലോ? ചിലപ്പോ അല്ല, ഉറപ്പായും വെച്ചേനെ. എന്താ സുജാത? ദത്തേട്ടനല്ലേ അകത്ത്? എന്തെന്ന്? എന്റെ ഭർത്താവില്ലേ അകത്തുനിന്ന്? ഭർത്താവോ? ഏത് വകയില്? അതുകൊള്ളോ, കല്യാണം നടത്തി തന്ന ചേച്ചിക്കറിയില്ല ഏത് വകയിലാണെന്ന്. ആ ബന്ധമൊക്കെ അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. താലി വരെ ഞാൻ തിരിച്ചു വാങ്ങിച്ചതല്ലേ. അങ്ങനെ ആരെങ്കിലും ഒരു താലി തിരിച്ചു മേടിച്ചാ തീരുന്നതാണോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? കെട്ടിച്ചു തന്നത് ഞാനല്ലേ, അപ്പൊ പിന്നെ കെട്ടഴിക്കാനും എനിക്കറിയാം. അങ്ങനെ അഴിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തീരും? അത് ആരെങ്കിലും പറഞ്ഞാൽ തീരില്ല, പക്ഷേ ദത്തേട്ടന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാര്യ പറഞ്ഞാൽ തീരും. എന്നാലേ ഉത്തരവാദിത്തപ്പെട്ട ഭാര്യ കേട്ടോ, നിങ്ങൾ പറയുമ്പോ ആരംഭിക്കാനും അവസാനിപ്പിക്കാനുമേ ഞാൻ നിങ്ങളെ ശമ്പളക്കാരിയൊന്നും അല്ല. എന്താ നിന്റെ ഉദ്ദേശം? തൽക്കാലം ഇവിടെ കയറി താമസിക്കാനൊന്നും ഉദ്ദേശമില്ല. പിന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ ഒന്ന് കാണണം. എന്തിന്? ഒരു ഭാര്യ ഭർത്താവിനെ കാണുന്നതിൽ പല കാരണങ്ങളുണ്ടാവും, പക്ഷേ തൽക്കാലം ഒരു കാരണമേ ഉള്ളൂ. ഈ സ്വീറ്റ്സ് എനിക്ക് അദ്ദേഹത്തിനൊന്ന് കൊടുക്കണം. ഞാൻ കൊടുത്തോളാം. അതൊക്കെ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇതെങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിനെ കാണാനാണെന്ന്. ആഹാ, സുജാതയോ? ഹായ്. ദത്തേട്ടാ, വായി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി ചായ എടുത്തോണ്ട് വാടി ചെല്ല്. ദത്തേട്ടാ,
നീ എന്തോടി എന്റെ പേര് പറഞ്ഞു വിളിക്കണോ? എനിക്കിപ്പോ ചായ വേണ്ട ദത്തേട്ടാ. എന്നാ പിന്നെ കോഫി ആയാലോ? അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് എടുക്കാം. ചെല്ലാമി പോയി എടുത്തോണ്ട് വാ. ഈ ദത്തേട്ടന്റെ ഒരു കാര്യം, എനിക്കിപ്പോ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. ഏട്ടനെ കണ്ടത് തന്നെ ഭാഗ്യം. എന്റെ മനസ്സ് നിറഞ്ഞു. കളി മാറുന്ന ലക്ഷണമാണല്ലോ. ദേ നോക്കി, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആഹാ, അയ്യോ ലഡുവോ? അല്ല, സുജാത വന്നപ്പോ പിന്നെ പ്രത്യേകിച്ച് മധുരം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഈ ദത്തേട്ടന്റെ ഒരു തമാശ. ഒരൊറ്റ അടി അങ്ങ് ഞാൻ വെച്ചു തരും കേട്ടോ. അടി ഇതാരേ വന്നിരിക്കുന്നേ? ഇയാൾക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? ലഡു വേണോ? വഴി മറന്നിട്ടൊന്നും അല്ല മുത്തശ്ശി, നേരം കിട്ടണ്ടേ. ഈ സാർ എന്നെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ. സുജാത ഈശ്വര, അപ്പൊ നിലത്ത് നിർത്തുന്നില്ലേ? ഇതാ മുത്തശ്ശി, സ്വീറ്റ്സ് എടുക്ക്. ഇന്നെന്താ വിശേഷം? വിവാഹത്തിന്റെ സന്തോഷം. ആ വിവാഹോ? ആരുടെ വിവാഹം? വിവാഹമല്ല, വിവാഹ വാർഷികം. സുജാതയുടെ മനുവിന്റെ വിവാഹ വാർഷികമാണല്ലോ ഓ, ഇന്ന്. അത് ശരി. അപ്പൊ എല്ലാവിധ ആശംസകളും മോളെ. മുത്തശ്ശി മധുരം കഴിക്കേ. ആ, സുജാത മുത്തശ്ശിക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നല്ലേ? ആണോ? അത് പിന്നെ എനിക്കറിയില്ലേ. സുജാത സ്നേഹമുള്ള കുട്ടിയാണ്. വരൂ, അകത്തേക്ക് വരൂ. മധുരം കഴിച്ച് നമുക്ക് സന്തോഷം ആഘോഷിക്കാം. ആ, ഡേ, നീ അവിടെ പതുങ്ങി നിൽക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വാ. കുറച്ച് മധുരം കഴിക്കേ. നിന്റെ മനസ്സിന്റെ കയ്പ് കുറച്ച് മാറട്ടെ. എങ്ങനെയുണ്ട് സാർ? ലഡു ഇഷ്ടപ്പെട്ടോ? പിന്നെ ഗംഭീരം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഡേ വാ. അല്ല, സുജാത ഊണ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? അയ്യോ ഇല്ല മുത്തശ്ശി, പോയിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നാ പിന്നെ നടക്കട്ടെ. മുത്തശ്ശി, യ്യോ, എന്താ ഇത്? മുത്തശ്ശിയുടെ അനുഗ്രഹം എന്നും ഞങ്ങൾക്കുണ്ടാവണം. ആ അതെ അതെ, സുജാതയ്ക്കും മനുവിനും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? എന്നും എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും മോൾക്കുണ്ടാവും കേട്ടോ. ശരി മോളെ. ഡേ, വായി നോക്കി നീക്കത്, ഇങ്ങോട്ട് വാ. വാ. ആ എന്നാ പിന്നെ സുജാത മറ്റേ ഫയൽ വേണ്ടേ? ഏത് ഫയലാ ഏട്ടാ? ആ പാലാരിട്ട കൊലക്കേസിന്റെ. ഓ, ആ ഫയല്. വാ. അത് ദത്തന്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അത് ശരിയാവില്ല. അതെന്താ? അത് പിന്നെ എന്താ? അല്ല, ഫയൽ മാത്രം കൊടുത്താൽ പോരല്ലോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ സുജാത വാ. അല്ലെങ്കിൽ വേണ്ട സുജാത, നമ്മുടെ ഗാർഡനിലോട്ട് ഞാൻ ഫയൽ എടുത്തിട്ട് അങ്ങോട്ട് വരാം. ആ അമി, അമി നീ ചായ ഇട്ട് അങ്ങോട്ട് വന്നാൽ മതിയേ കേട്ടാ. ആ പിന്നെ അതെ, കുറച്ച് ടൈം എടുത്ത് വന്നാൽ മതി, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. അതാ